ഈ പരാതിയിൽ ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിയാക്കിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക. ഇതിന്റെ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയായ എസ് വെങ്കടേഷ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർ നടപടികൾ സംബന്ധിച്ച് വിശദമായ ചർച്ചകളിലേക്ക് സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് എച്ച് വെങ്കടേഷിന്റെ ഓഫീസിലായിരിക്കാം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം അത് പിന്നീട് അന്വേഷണ സംഘത്തിന് കൈമാറുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അതൊരു പ്രത്യേക സംഘത്തിന് കൈമാറാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. ഈ സംഘത്തിൽ വനിതാ ജീവനക്കാരി, പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടാകുകയും ചെയ്യും. കാരണം അതിജീവിതയുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തുന്ന അവരിൽ നിന്ന് അത്തരം കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം കൂടി വേണ്ടിവരും. അപ്പോൾ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ കൂടി ഇതിലുണ്ടാകുന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിലുണ്ട്. കാരണം ഈ പരാതി എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ പരാതിയാണ്. ഇത്രയും നാൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ വന്നിരുന്ന പരാതികൾ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടീസാണ് പരാതി നൽകിയിരുന്നത്. അപ്പോൾ അതിന്റെ ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അവരുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അതിൽ മറ്റു തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി പലരും തയ്യാറായിരുന്നില്ല. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ പുറത്തു വരികയും അതിന് പിന്നാലെ ഈ അതിജീവിത തന്നെ ഇപ്പോൾ CM-ന് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ആ പരാതിയാണ് ഇപ്പോൾ ADGPക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. വളരെ വൈകാതെ തന്നെ അവരുടെ മൊഴി രേഖപ്പെടുത്തും. എപ്പോൾ വേണമെങ്കിലും മൊഴി നൽകാൻ തയ്യാറാണെന്നുള്ള കാര്യം അതിജീവിത അന്വേഷണ സംഘത്തോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ ഇവിടെ മൊഴി രേഖപ്പെടുത്തും. പിന്നീട് 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് അത് നേരിട്ട് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട കോടതിയിൽ അപേക്ഷ നൽകാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെയാണ് ഈ കേസിന്റെ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. അതാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നൽകിയ പരാതി അത്രത്തോളം ഗൗരവമുള്ള വിഷയങ്ങൾ ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഗർഭചിത്രം അടക്കമുള്ള അതിനൊക്കെ നിർബന്ധിച്ചിട്ടുണ്ട് അടക്കമുള്ള പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ ചുമത്താനാണ് സാധ്യത? അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? തീർച്ചയായും ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു തേർഡ് പാർട്ടി പരാതിയല്ല. ഇത് പരാതി നൽകിയിരിക്കുന്നത് അതിജീവിത തന്നെയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിർബന്ധപൂർവ്വം രാഹുല് ഗർഭചിത്രത്തിനെ പ്രേരിപ്പിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗുരുതരമായ വകുപ്പുകൾ തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തുക. തുടർന്ന് മൊഴി രേഖപ്പെടുത്തും, അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഏതെല്ലാം വകുപ്പുകൾ ചേർക്കണമെന്ന് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് പോവുക. എന്തായാലും ഈ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം തന്നെയായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. കൊച്ചിയിൽ അഭിഭാഷകരുമായി രാഹുൽ ആശയവിനിമയം നടത്തിയിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇത്ര ഗുരുതരമായ വകുപ്പുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിനുള്ള സാധ്യത എന്തായാലും ഒട്ടുമയില്ലാന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പരാതി വളരെ ഗൗരവമുള്ള ഒരു പരാതിയാണ്. ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന് നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത്രയും ഗുരുതരമുള്ള വകുപ്പുകൾ പ്രകാരമാവും കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള യാതൊരു സംശയമില്ല. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. ഈ കേസ് തന്നെ അന്വേഷിക്കാൻ വേണ്ടി തന്നെ ഒരു പ്രത്യേക സംഘത്തെ നിയമിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ടാണ് വനിതാ ജീവനക്കാരിയെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. 164 സ്റ്റേറ്റ്മെന്റ് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം രഹസ്യമൊഴി രേഖപ്പെടുത്തിയാൽ ഈ അതിജീവിതയ്ക്ക് ആ മൊഴിയിൽ നിന്ന് പിന്നീട് പോകാൻ സാധിക്കില്ല. കാരണം അന്വേഷണ സംഘം അത്തരൊരു മൊഴി നൽകിയാൽ അത് പിന്നീട് തിരുത്തി പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ കോടതിയിൽ ഒരു രഹസ്യമൊഴി രേഖപ്പെടുത്തിയാൽ അത് പിന്നീട് അത് തിരുത്തി പറയാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അന്വേഷണ സംഘം വളരെ കരുതലോടെ തന്നെ 164 സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ രഹസ്യമൊഴി എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകയാണ്. ഇത്രയും നാളുണ്ടായിരുന്നത് പോലെയല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തേർഡ് പാർട്ടീസ് പരാതി പോലെയല്ല, അതിജീവിത നേരിട്ട് നൽകിയിരിക്കുന്ന പരാതിയാണ്. രാഹുൽ ഇത്രയും നാൾ ചോദിച്ചത് ആവർത്തിച്ച് മാധ്യമങ്ങളുടെ പ്രതികരണത്തിൽ ചോദിച്ചപ്പോൾ എവിടെ പരാതി എന്ന് പലപ്പോഴും മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും ഒക്കെ പരിഹാസ രൂപേണ രാഹുൽ ചോദിക്കുന്നതാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതിജീവിത തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പരാതി എവിടെയാണ്, ആരാണ് പരാതി
നൽകിയ തനിക്കെതിരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ നേതൃത്വത്തെ അടക്കം വെല്ലുവിളിച്ച് സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ ഇറങ്ങുന്ന രാഹുൽ ഇപ്പോൾ പൂർണ്ണമായും പെട്ടിരിക്കുകയാണ്. MLA ഓഫീസ് പൂട്ടി മുങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുന്നത്. ഏതായാലും അന്വേഷണ സംഘം ദ്രുതഗതിയിൽ നീങ്ങുകയാണ്. അടുത്ത നിർണായക നീക്കമെന്ന് പറഞ്ഞത് ഈ അന്വേഷണ സംഘം വിപുലീകരിക്കുക, അതിൽ വനിതാ ഉദ്യോഗസ്ഥരടക്കം കൊണ്ടുവന്ന് വളരെ പെട്ടെന്ന് തന്നെ മൊഴിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ മൊഴിയെടുപ്പ്, അതിജീവിതയുടെ മൊഴിയെടുപ്പ് ഉടൻ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലേ? അതെ, അത് ഇന്നോ നാളെയോ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. വളരെ വേഗത്തിൽ തന്നെ അതിന്റെ നടപടികൾ ആരംഭിക്കും എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത്. ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് നാളെ കോടതിയിൽ അപേക്ഷ നൽകാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായി ഈ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത്. പക്ഷേ കൂടുതൽ ഈ കേസിൽ സ്ട്രെങ്തൻ ചെയ്യുന്നത് രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വളരെ വൈകാതെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പരാതി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന എസ് വെങ്കടേഷിന് കൈമാറിയിട്ടുണ്ട്. എസ് വെങ്കടേഷ് നിലവിലുള്ള അന്വേഷണ സംഘത്തിന് ഇത് അവർ ആ ടീമിന് ഇത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ആ പരാതി വിശദമായി ഈ സംഘം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുക്കേണ്ടത്, FIR ഏത് തരത്തിലായിരിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും വളരെ വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്യും. ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് എസ് വെങ്കടേഷാണ്, ക്രൈംബ്രാഞ്ച് മേധാവിയാണ്. അതുകൊണ്ട് മുൻപുണ്ടായിരുന്ന കേസുകൾ പോലെ എസ് വെങ്കടേഷിന്റെ ഓഫീസിൽ, ക്രൈംബ്രാഞ്ച് ഓഫീസിൽ, ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു FIR ഇടാം. അതിനുശേഷം ഇതിന്റെ തുടർ നടപടികൾക്കായി പ്രത്യേക ടീമിന് കൊടുക്കുകയും ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായതുകൊണ്ട് കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ സർക്കാരും പോലീസും ഒക്കെ കാണുന്നത്. കാരണം അതിന്റെ ഒരു തരത്തിലും വീഴ്ചകൾ ഉണ്ടാവരുത്. ഏറെ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഈ കേസിൽ പ്രതിയാകുന്നത്. അതുകൊണ്ട് പഴുതടച്ചുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്ന് പോലീസിന് കൃത്യമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഒരു പ്രത്യേക സംഘത്തെ തന്നെ ഇതിനായി നിയോഗിക്കാനുള്ള സാധ്യതയും എസ് വെങ്കടേഷ് തേടുകയും ചെയ്തിരിക്കുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഈ ടീം രൂപീകരിക്കാനാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇതിന് ഏറ്റവും അടുത്ത നടപടി എന്ന നിലയിൽ ഈ അതിജീവതയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്.